നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. നമ്മുടെ ജീവിതം എന്നത് ഈശ്വരൻ നിശ്ചയിച്ച ഒരു വലിയ കടങ്കഥ പോലെയാണ്. നാം വിശ്വസിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, നമ്മുടെ കൂടെയുള്ളവർ തന്നെ നമുക്കെതിരെ തിരിയുന്ന അവസ്ഥയേക്കാൾ വലിയ വേദന മറ്റൊന്നില്ല. ഇന്ന് ഈ ലോകത്ത് പലരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസിക വിഷമം സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ അല്ല, മറിച്ച് താൻ വിശ്വസിക്കുന്നവരിൽ നിന്ന് ലഭിക്കുന്ന വഞ്ചനയും ദ്രോഹവുമാണ്. ഇരുട്ടിനു ശേഷം ഒരു വെളിച്ചമുണ്ട് എന്നത് പ്രപഞ്ച സത്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കഠിനമായ ദുഃഖങ്ങളും പ്രതിസന്ധികളും വെറുമൊരു യാദൃശ്ചികമല്ല. അതിനു പിന്നിൽ ചില കർമ്മഫലങ്ങളുണ്ട്. നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നവർ നിഴലുപോലെ കൂടെയുണ്ടാകാം. എന്നാൽ അറിഞ്ഞോളൂ, അധർമ്മം ചെയ്യുന്നവർ എത്ര ശക്തരായാലും പ്രപഞ്ചം അവർക്ക് തിരിച്ചടി നൽകുന്ന സമയം അതിക്രമിച്ചെന്ന് വരില്ല. ഈ ഒരു അധ്യായത്തിൽ നാം പരാമർശിക്കാൻ പോകുന്നത് നിങ്ങളെ മാനസികമായും ശാരീരികമായും തകർത്ത ആ വ്യക്തിയുടെ പതനം എന്ന് സംഭവിക്കും, ഏത് രീതിയിലായിരിക്കും അവർക്കുള്ള തിരിച്ചടിയെന്നും ഈ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ അതിജീവിക്കണം എന്നതിനെക്കുറിച്ചുമാണ്. അത് നമുക്ക് വിശദമായി ഇവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ കുറേ കാലമായി നിങ്ങൾ വലിയൊരു മാനസിക വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ വേദന മറ്റൊരാളോട് തുറന്നു പറയാൻ പോലും കഴിയാതെ നിങ്ങൾ ഉള്ളിൽ ഒതുക്കി വിങ്ങിപ്പൊട്ടുകയാണ്. ഇത് വെറുമൊരു സങ്കടമല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറ തന്നെ ഇളക്കിമറിച്ച വലിയൊരു തകർച്ചയാണ്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പണമോ പദവിയോ അല്ല, മറിച്ച് മനസ്സിന് സമാധാനം ലഭിക്കുന്ന കുറച്ച് സമയങ്ങൾ മാത്രമാണ്. മനസ്സമാധാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ശത്രുക്കളുടെ കടന്നുകയറ്റം നിങ്ങളുടെ മനസ്സിനെ മാത്രമല്ല ബാധിച്ചത്, നിങ്ങളുടെ ശാരീരിക ആരോഗ്യം ക്ഷയിച്ചു. ജോലിയിൽ തടസ്സങ്ങൾ വന്നു, കുടുംബങ്ങളിൽ വിള്ളലുകൾ വീണു. നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് എനർജിയും കെടുത്തി കളയാൻ ആ വ്യക്തിക്ക് സാധിച്ചു. മറ്റുള്ളവരെ അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ദുഷ്ട ശക്തികളുടേത്. ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ പ്രധാനമായും ഒരു സ്ത്രീയുടെ സ്വാധീനമുണ്ട്. അത് നമുക്കിവിടെ കൃത്യമായി കാണാൻ സാധിച്ചതാണ്. അത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ കുടുംബമായി നിങ്ങൾ കണ്ടിരുന്നവരോ ആകാം. നിങ്ങളുടെ സമാധാനം തകർക്കുക, വഴക്കുകൾ ഉണ്ടാക്കുക എന്നിവയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. പ്രായം കൊണ്ട് മുതിർന്നവരാണെങ്കിലും പെരുമാറ്റത്തിൽ ഇവർക്കൊട്ടും പക്വതയില്ല. കുട്ടികളെ പോലെയാണ് പലപ്പോഴും ഇവരുടെ പ്രവർത്തികൾ. ഇവരുടെ കള്ളത്തരങ്ങൾ പലതവണ നിങ്ങൾ പിടികൂടിയിട്ടുണ്ട്. ഇവർ മാറുമെന്ന് കരുതി നിങ്ങൾ വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകി, പക്ഷേ അവർ അത് മുതലെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങളുടെ സഹനശക്തിയുടെ പരിധി കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു ഡ്രാമ കാണാൻ നിങ്ങൾ തയ്യാറല്ല. ഒന്നുകിൽ അവർ മാറി നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മാറണം എന്ന ചിന്തയിലാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഇത്രയും കാലം ഈ വ്യക്തി മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളെ മോശക്കാരാക്കി ചിത്രീകരിച്ചു. നിങ്ങൾ സത്യം പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. എന്നാൽ ഇപ്പോൾ സമയം മാറുകയാണ്. അവർ ഇമോഷണലി കളിച്ച ഓരോ ഗെയിമുകളും വെളിച്ചത്ത് വരും. നിങ്ങളുടെ പങ്കാളിയുടെ മുൻപിൽ പോലും അവരുടെ കള്ളത്തരങ്ങൾ വൈകാതെ വെളിപ്പെടും. ഒന്നും ഇനി മറച്ചുവെക്കാൻ അവർക്ക് സാധിക്കുകയില്ല. എന്നാൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഒന്നിനോടും പ്രതികരിക്കാതിരിക്കുക എന്നതാണ്. അവർ എന്തുതന്നെ ചെയ്താലും നിങ്ങൾ ശാന്തമായിരിക്കണം. നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ ഇതുവരെ നിങ്ങൾ കാണിച്ച ക്ഷമ പാഴാകും. നിങ്ങളുടെ ദേഷ്യം കണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തുക. അതുകൊണ്ട് എല്ലാം ഉള്ളിലൊതുക്കി പ്രപഞ്ചത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രധാനമായ കാര്യം. മനുഷ്യരെ പറ്റിക്കാം, പക്ഷേ ദൈവത്തെ പറ്റിക്കാൻ കഴിയില്ല. പ്രപഞ്ചശക്തി അവർക്ക് അർഹിച്ച മറുപടി നൽകുന്ന സമയം അടുത്തു കഴിഞ്ഞു. അത് നമുക്കിവിടെ കൃത്യമായി കാണാൻ സാധിച്ചതാണ്. അവരുടെ ജീവിതത്തിൽ അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അവർ അനുഭവിക്കുന്ന തിരിച്ചടികളായിരിക്കും നിങ്ങളുടെ നീതി. അവരെ കായികമായി ഉപദ്രവിക്കുകയോ ശപിക്കുകയോ അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ വളർച്ചയാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരിയും ജീവിതത്തിലെ ഐശ്വര്യവുമാണ് അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ബിസിനസ്സിലും ജോലിയിലും കുടുംബത്തിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കുക, അത് കാണുമ്പോൾ അവർ സങ്കടക്കടലിൽ ആഴ്ന്നു പോകും. ആ രീതിയിലുള്ള യുദ്ധമൃഗങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ നെഗറ്റീവായ കർമ്മങ്ങൾ ചെയ്യുവാനോ നെഗറ്റീവ് ഊർജം കൊണ്ട് നേരിടുവാനോ നിങ്ങൾ ശ്രമിക്കരുത്. അത് നിങ്ങളുടെ നാശത്തിലേക്കുള്ള ഒരു വഴി തെളിക്കലാവും. അതുകൊണ്ട് ശത്രു എത്ര വലിയ ശക്തനായാലും പ്രപഞ്ചത്തിന് മുന്നിൽ, ഈ പ്രപഞ്ചശക്തിക്ക് മുന്നിൽ അവർക്കൊരു പുൽക്കൊടിയുടെ വില മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവരുടെ പ്രവൃത്തികൾ അവരുടെ മേൽ തന്നെ പതിക്കുന്ന കാലം വരും. കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മമേഖലയിലും ബിസിനസ്സിലും എല്ലാം നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കുക. ഒപ്പം തന്നെ ഇത്തരം ആളുകളെ നിങ്ങൾ ശരിയായ രീതിയിൽ സഞ്ചരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടാവുന്നത്. അത്തരം ശത്രുക്കളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നാം പാതി വിജയം കണ്ടു എന്ന് വിശ്വസിക്കാം.
അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവരെ നാം ഒരു നിരീക്ഷണ വലയത്തിൽ നിർത്തുക. അവരെ നാം നിരീക്ഷിക്കുക. അവരുടെ ഓരോ നീക്കവും നമുക്കറിയാൻ സാധിക്കണം. എന്നാൽ അവരുടെ നീക്കങ്ങൾ എന്തുതന്നെ ആയാലും നിങ്ങൾ അതേ പാതയിൽ സഞ്ചരിക്കരുത്. അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം സമയം ചിലവഴിക്കുക. അതിൽ കൂടുതൽ അവരെക്കുറിച്ച് ആലോചിക്കുവാനും അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുവാനും അതിനെതിരെ പ്രവർത്തിക്കാനും നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മാത്രമേ ജീവിതത്തിൽ സമയം കാണുകയുള്ളൂ. നിങ്ങളുടെ വിലപ്പെട്ട സമയമെല്ലാം അതിനുവേണ്ടി ചിലവാകും. എന്നാലോ അതിന് നിങ്ങൾക്കൊരു റിസൾട്ട് ലഭിക്കുകയുമില്ല. കാരണം പ്രപഞ്ചശക്തിയുടെ മുന്നിൽ നിങ്ങൾ സമതുല്യരായി മാറും. അതിനാൽ നിങ്ങൾ ചെയ്യുന്ന നന്മകളും നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധിയും കണക്കിലെടുത്തുകൊണ്ട് പ്രപഞ്ചം നിങ്ങൾക്കെതിരെ നിങ്ങളെ ദ്രോഹിക്കുന്ന ആളുകൾക്കുള്ള അർഹമായ ശിക്ഷ നൽകും. അതിനാൽ പ്രപഞ്ചശക്തിയുടെ ജോലി നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല. ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും തുല്യമായ നീതി ഈ പ്രപഞ്ചം നടപ്പിലാക്കും. അത്തരത്തിൽ നിങ്ങൾക്കും ഒരു നീതി ലഭിക്കുന്ന ദിവസം വരും. അത് വിദൂരമല്ല, നമുക്കിവിടെ കൃത്യമായി കാണാൻ സാധിച്ചതാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുക. പ്രപഞ്ചശക്തിയെ പഴയ പറയാതിരിക്കുക. നിങ്ങൾ ഈ പ്രപഞ്ചത്തോട് നല്ല കാര്യങ്ങൾ മാത്രം പറയുക, പ്രവർത്തിക്കുക. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും പ്രപഞ്ചത്തിൻ്റെ അദൃശ്യമായ കരങ്ങളുണ്ടാവും. നിങ്ങളുടെ കണ്ണുനീര് കാണാൻ ആഗ്രഹിച്ചവരുടെ മുന്നിൽ ഈ പ്രപഞ്ചം നിങ്ങളെ പന പോലെ വളർത്തും. ജീവിതത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ കടന്നു വരും. ഇത് കണ്ട് നേറി അവർ ഒടുങ്ങും. അല്ലാതെ അവർക്കെതിരെ നിങ്ങൾ യുദ്ധത്തിനോ അവരെ കായികമായി ഉപദ്രവിക്കുവാനോ ശാരീരികമായും മാനസികവും നിങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുക. അത്തരം വിജയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകുന്നത്. അവരെല്ലാം നാം ഒരു നിരീക്ഷണ വലയത്തിൽ വിൽക്കുക. അവരുടെ നീക്കങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി അല്പസമയം ചിലവഴിക്കുക എന്നത് മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ നോക്കൂ, എത്ര ആളുകളാണ് ദുഷ്പ്രവൃത്തികൾ ചെയ്തതിൻ്റെ പേരിൽ ഇന്ന് കഷ്ടതകളും യാതനകളും അനുഭവിക്കുന്നത്. ചില ആളുകളെ കുറിച്ച് നാം പറയാറില്ലേ, അവർ ചെയ്തതിൻ്റെ ഫലം തന്നെയാണ്, അവരുടെ കർമ്മഫലം തന്നെയാണ് അവർ അനുഭവിക്കുന്നതെന്ന്. അത്തരത്തിൽ തന്നെയാണ് നാം ചിന്തിക്കേണ്ടത്. ആ കർമ്മഫലം നൽകുന്നത് ഈ പ്രപഞ്ചമാണ്. തീർച്ചയായും നാം ചെയ്ത കർമ്മത്തിന് നമുക്ക് അതിനനുകൂലമായ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അതിനർഹമായ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഇത് നാം എന്നും മുന്നിൽ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ മറ്റൊരാളുടെ കണ്ണുനീരിന് കാരണമാവരുത്. നിങ്ങൾ ആരെയും തന്നെ ഉപദ്രവിക്കുവാൻ പാടില്ല. എന്നാൽ ജീവിതത്തിൽ സഹിക്കാവുന്നതിൻ്റെ അപ്പുറം സഹിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എത്ര വലിയ പ്രതിസന്ധികളെയും മനോബലം കൊണ്ടും ആത്മസമീപനത്തോടു കൂടിയും നേരിട്ട ആളുകൾ. അത്തരം ആളുകളെയാണ് നാം മാതൃകയാക്കേണ്ടത്. എല്ലാം പ്രപഞ്ചത്തിൽ അർപ്പിച്ച് ജീവിക്കുന്ന ആളുകൾ, എല്ലാത്തിനും കാലം കണക്ക് ചോദിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ആളുകൾ. അത്തരം ആളുകൾ ജീവിതത്തിൽ വിജയം കാണുക തന്നെ ചെയ്യും. മറ്റുള്ളവരുടെ വേദനകളിലേക്ക് എത്തി നോക്കാതെ സ്വന്തം ജീവിതമൊന്ന് പടുത്തുയർത്തതിനു വേണ്ടി വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകൾ. ഒരുപക്ഷെ അവരുടെ മക്കളുടെ ഉയർച്ചകൾ കൊണ്ടാവാം ജീവിതത്തിൽ പല യാതനകളിൽ നിന്നും മോചിതരാവുന്നത്. അത് പ്രപഞ്ചശക്തി നിങ്ങൾക്കുള്ള സാധ്യത അനുസരിച്ച് ജീവിതത്തിൽ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. നാം മനസ്സിലാക്കേണ്ടത് പുറമേയുള്ള ശത്രുവേക്കാൾ ഭയക്കേണ്ടത് അകമേയുള്ള ശത്രുവെ തന്നെയാണ്. അകമേയുള്ള ശത്രുവും പുറമേയുള്ള ശത്രുവും ഒരുമിച്ച് കൈകോർത്ത് നമുക്കെതിരെ തിരിയുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാം. അത്തരം സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുമുണ്ട്, അതിനെ അതിജീവിച്ച ആളുകളുമുണ്ട്. അതാണ് നാം നേരത്തെ പരാമർശിച്ചത്. ശത്രു എത്ര വലിയ ശക്തനായിക്കോട്ടെ, എത്ര വലിയ ആളു തന്നെ ആയാലും പ്രപഞ്ചത്തിന് മുന്നിൽ അവരൊന്നുമല്ല. അതുകൊണ്ട് ഇവരുടെ നീക്കങ്ങളെ മാത്രം നിങ്ങൾ നിരീക്ഷിക്കുക. ബാക്കിയുള്ള സമയമെല്ലാം നിങ്ങളുടെ ജീവിതം, ഈ പ്രപഞ്ചം ഓരോ മനുഷ്യർക്കും ഓരോ കഴിവുകൾ നൽകും. എന്താണോ നിങ്ങൾക്കുള്ളത് അതിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. അതിൽ നിങ്ങൾ മുന്നേറ്റം കൈവരിക്കണം. സർഗാത്മകമായ ലഭിച്ച കഴിവുകളിൽ നിങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് അംഗീകാരങ്ങൾ നേടിയെടുക്കണം. ബിസിനസ്സിലും കർമ്മരംഗത്തും നിങ്ങൾ അംഗീകാരങ്ങൾ നേടണം. നിങ്ങൾ നല്ല രീതിയിൽ മടിയും അലസതയും മാറ്റി നിർത്തി മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഈ മടിക്കും അലസതയ്ക്കുമെല്ലാം പിന്നിൽ ഇത്തരം ആളുകളുടെ പ്രവർത്തനം തന്നെയാണ്. നിങ്ങളെ മുരടിപ്പിച്ചു കളയാനുള്ള അവരുടെ പ്രാർത്ഥനകളും അവരുടെ നെഗറ്റീവ് കർമ്മങ്ങളും എല്ലാം നിങ്ങളെ വലിയ രീതിയിൽ തളർത്താൻ ശ്രമിക്കും. അവരുടെ ഓരോ ശ്രമവും നിങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടിയായിരിക്കും. അവരുടെ ചിന്തകളിൽ മുഴുവൻ നിങ്ങളുടെ കണ്ണുനീരും നാശവുമായിരിക്കും. നിങ്ങൾ നേടുന്ന വിജയങ്ങളിലെല്ലാം അവർ മുഖം മൂടി അടിഞ്ഞുകൊണ്ട് ചിരിക്കുമെങ്കിലും ഉള്ളിൽ അവർ പൊട്ടിക്കരയുകയായിരിക്കും. അതുകൊണ്ട് സാധ്യമാകുന്ന വേളകളിലെല്ലാം നിങ്ങൾ വിജയത്തിനായി പോരാടണം. ഇത്തരം ശത്രുക്കളുടെ മുന്നിൽ നിങ്ങൾ തോറ്റുകൊടുക്കാൻ പാടില്ല.
അവരുടെ മുന്നിൽ നിങ്ങൾ വിജയിച്ച് കാണിക്കണം. അത്തരത്തിൽ വിജയിച്ച ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്ന്, അത്തരം ആളുകളിൽ നിന്ന് സ്വന്തം കഴിവുകൊണ്ട് സ്വന്തമായി മാറി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തവർ, സ്വന്തമായി കഷ്ടപ്പാടിൻ്റെയും യാതനയുടെയും നടുവിൽ നിന്നുകൊണ്ട് സ്വന്തമായി സാമ്രാജ്യം പടുത്തുയർത്തിയ ധാരാളം ആളുകളുണ്ട്. അത്തരം ആളുകളെ മാതൃകയായിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര. അവരെ നിങ്ങൾ അങ്ങ് വിട്ടുകളയുക, അവരെ പ്രപഞ്ചത്തിനായി വിട്ടു നൽകുക. അവർക്ക് വേണ്ടത് ഈ പ്രപഞ്ചം നൽകുക തന്നെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ പുലർത്തി നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിലനിർത്തുവാനുമുള്ള പോരാട്ടങ്ങൾ ശക്തമാക്കുക. അതുതന്നെയാണ് ഇതിനുള്ള ബദൽ. ഇത്തരം ആളുകൾക്കുള്ള, ഇത്തരം സാഹചര്യങ്ങൾക്കുള്ള ബദൽ അതുതന്നെയാണ്. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറയാം. വിശേഷാൽ ദിവസങ്ങളിൽ പൂജാ വഴിപാടുകൾ നടത്താറുണ്ട്. ഈ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും കമൻ്റായി രേഖപ്പെടുത്തുക. ഇത്തരം പൂജാ വഴിപാടുകൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ, അതായത് ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക്, ഇങ്ങനെയുള്ള ഇനി മറ്റ് നെഗറ്റീവ് ക്രിയകൾ നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ടാവാം. ഇത്തരം ധാരാളം ഊർജ്ജം, നെഗറ്റീവ് ഊർജ്ജം നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവാം. ഈ ഊർജ്ജം എല്ലാ തരത്തിലും നിങ്ങളെ തകർക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഈ നെഗറ്റീവ് ഊർജ്ജത്തെ, ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാൻ ഇങ്ങനെയുള്ള പൂജാ വഴിപാടുകൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതിന് പേരും നാളും കമൻ്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഇത്തരത്തിൽ ഈ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളിലും ബന്ധുക്കളിലും എല്ലാം ഇത്തരം ആളുകളുണ്ടാവാം. അവരിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. കാരണം അവർക്ക് ചുറ്റുമുള്ള ആ നെഗറ്റീവ് ഊർജ്ജം, പ്രാക്ക്, കണ്ണേറ്, ശത്രുദോഷം എല്ലാത്തിനെയും ഇല്ലാതാക്കുവാൻ നിങ്ങളുടെ ഈ ഒരു ഷെയറിലൂടെ സാധിക്കും. നിങ്ങളുടെ നിസ്വാർത്ഥമായ മനസ്സും നിഷ്കളങ്കമായ ചിന്താഗതിയും തന്നെയാണ് ജീവിതത്തിൽ ഈ പ്രപഞ്ചശക്തി നിങ്ങളെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും കൊണ്ടുവന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറെ ലൈക്ക് ഈ ഒരു വീഡിയോന് ചെയ്യുക. ഒപ്പം തന്നെ ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും നാം ഉൾപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കടന്നു വരുന്നതിന് നാം പ്രാർത്ഥിക്കുന്നതാണ്.